എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ 2 കോക്കറ്റീൽസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകളായിട്ട് അത് ചെറിയൊരു കൂട്ടിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് വലിയൊരു കൂട് പണിയണമെന്ന് നമ്മൾ കുറേ നാളെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊന്ന് സുഖമായിട്ട് പറന്നു നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വലിയൊരു കൂട് പണിതത്. അത്ര വലിയൊരു കൂടൊന്നുമില്ല, എന്നാലും നമ്മുടെ കോക്കറ്റീൽസിനൊക്കെ എന്തുകൊണ്ട് ഇത്രയും സൈസ് എന്തുകൊണ്ടും വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ 5 അടിയാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതുപോലെ 4 അടി അതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. ഹൈറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പോർഷൻ്റെ ഭാഗം മാത്രം ഉണ്ടോ. താഴെ നിന്ന് 2 അടി ഹൈറ്റിലാണ് ഈ കൂട് വരുന്നത്. അടിയിലേക്ക് 2 അടി കൊടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് പാമ്പുകളുടെ ശല്യമോ അല്ലെങ്കിൽ മറ്റ് പട്ടി പൂച്ചയൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾ അടിയിൽ നിന്ന് 2 അടി ഹൈറ്റിലാണ് ഈ കൂടിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. ഇത് 4 അടി ഹൈറ്റാണ് കൂടിൻ്റെ ഉള്ളളവ് വരുന്നത്. അതുപോലെ മുകളിലേക്ക് ഒരടിയും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷീറ്റ് ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എ ഫ്രെയിം പോലെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ നിന്നായിരിക്കും ഓപ്പണിങ് വരിക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് കിളിയുടെ ഭക്ഷണത്തിന്റെ പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കൂടുമായിട്ട് ബന്ധപ്പെട്ട തീറ്റപാത്രങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ 6 സൈഡിലും മെഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കൂടിന്റെ 4 സൈഡിലും അടിയിലും മുകളിലും മെഷ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. മെഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1/2 ഇഞ്ചിന്റെ മെഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബ് ഇട്ടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൂടുണ്ടാക്കാൻ വേണ്ടി എത്ര രൂപ ചിലവ് വന്നു, ഈ മെഷീനും ഈ ട്യൂബിനും ഈ മെറ്റീരിയൽസ് എല്ലാത്തിനും കൂടി എത്ര രൂപ ചിലവായി എന്നുള്ള കാര്യങ്ങളൊക്കെ കൊള്ളിച്ചിട്ടൊരു വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന മുറയ്ക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കിളികൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ പട്ടി പൂച്ച അങ്ങനെ എന്ത് തരം പെറ്റ്സിന് വേണ്ടിയും ഈ സൈസിലുള്ള ഒരു കൂട് പണിയണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചിലവ് വരും എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ കോക്കറ്റീലിനെ പ്ലേസ് ചെയ്യുന്നതും കോക്കറ്റീലിൻ്റെ ബ്രീഡിംഗ് ബോക്സ് വെക്കുന്നതും അതുപോലെ ഈ കൂടിൻ്റെ ചെറിയ കുറച്ച് പ്രത്യേകതകളും കൂടി പറയാനാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഡോറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വലിയൊരു ഡോറും പണിതിട്ടുണ്ട്, ചെറിയൊരു ഡോറും ഉണ്ട് കേട്ടോ. ചെറിയൊരു ഡോർ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം തീറ്റ കൊടുക്കാൻ വേണ്ടി ഈ ഡോർ മാത്രം തുറന്നാൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈസിലൊക്കെ നമുക്ക് കയ്യെത്തും, തീറ്റപാത്രം വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ടിയാണ് ഈ ചെറിയ ഡോർ കൊടുത്തിരിക്കുന്നത്. ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് അകത്ത് കയറി ബ്രീഡിംഗ് ബോക്സ് എടുക്കേണ്ടി വരുന്നാലോ അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടി അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ വേണ്ടിയാണ് ഇതായിട്ട് എപ്പോഴും തുറക്കാനില്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം തുറക്കാൻ വേണ്ടിയാണ് ഈ ഒരു വലിയ ഡോർ തുറന്നിരിക്കുന്നത് കേട്ടോ. അതായത് കൂടിൻ്റെ ഹൈറ്റിൽ തന്നെയുള്ള ഒരു വലിയ ഡോറാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരു ബ്രീഡിംഗ് ബോക്സ് ഇവിടെ വെച്ചാലും നമുക്ക് എടുക്കാൻ സാധിക്കും, ആ സൈഡിൽ വെച്ചാലും നമുക്ക് എടുക്കാൻ പറ്റും. അത്യാവശ്യം നമുക്ക് കഴിയും. കിളികളുള്ള സമയത്ത് ഇത് തുറക്കണത് റിസ്ക് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ഇതിൽ ഇടാനതിന് മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാര്യം ക്ലീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ തുറന്ന് കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കിളികൾ ഇടുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. പിന്നെ ഇത് കണ്ടോ, ഇതിൽ സ്ട്രെങ്ത്തിന് വേണ്ടി നമ്മൾ സ്ക്വയർ ട്യൂബ് പകുതിക്ക് വെച്ച്, അതായത് 4 അടി ഹൈറ്റിൻ്റെ പകുതിക്ക് വെച്ച് ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടിന് സ്ട്രെങ്ത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ബ്രീഡിംഗ് ബോക്സ് ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടും, ഇവിടെ ഹുക്ക് ചെയ്യാൻ പറ്റും ഈ മെഷീൻ. അതോടൊപ്പം തന്നെ ഈ ട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് ക്രോസ് സെക്ഷനായിട്ട് കമ്പികളോ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിളികൾക്ക് നിൽക്കാനും അത് പറന്നൊന്നിരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഒരു കമ്പി നമുക്ക് കൂടെ കൊടുക്കാനും പറ്റും. അത് നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ഈ ഒരു ട്യൂബ് വട്ടം ഓടിച്ചേക്കണമുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ബ്രീഡിംഗ് ബോക്സ് കേജിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത്. അതിൽ കുറേ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. അത് ഞാൻ ഐ ബട്ടണായിട്ട് മുകളിൽ കൊടുത്തേക്കാം, അതുപോലെ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. പിന്നെ നമ്മൾ കിളികൾക്ക് നിൽക്കാനായിട്ട് നമ്മുടെ കമ്പി വെച്ച് കൊടുക്കണം. അപ്പോൾ വാർക്ക കമ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കയർ കൊണ്ട് ഇങ്ങനെ ചുറ്റിയതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കിളികൾക്ക് കുറച്ചും കൂടി നല്ല ഹാപ്പി ആയിട്ട് അതിലിരിക്കാൻ പറ്റും. കമ്പി ആകുമ്പോൾ കുറച്ചും കൂടി റഫായിരിക്കും. ഇത് നമുക്ക് കിളികൾക്ക് ഇരിക്കാനും കുറച്ച് സൗകര്യമാണ്. അത് നമ്മൾ ക്രോസ് സെക്ഷനും ലെങ്ത് വൈസിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കിളികൾ പറക്കുമ്പോൾ ചിറകുകൾ ഇടിക്കാത്ത രീതിയിൽ വേണം അത് വെച്ച് കൊടുക്കാൻ. കിളികൾക്ക് പറക്കാനുള്ള സ്പേസും കൂടി ഉള്ള രീതിയിൽ വേണം വെക്കാൻ. പിന്നെ നമ്മൾ കിളികളുടെ വേസ്റ്റ് താഴെ വീണ് അലമ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രേ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അലൂമിനിയത്തിൻ്റെ ചെക്ക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കേജ് സെറ്റ് ചെയ്തപ്പോൾ തന്നെ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് അങ്ങനെ തന്നെ വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതെ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ പേപ്പറിൻ്റെ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ അത് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ നമ്മളൊരു തീറ്റപാത്രം മേടിച്ചിട്ടോ, ഒരു പ്രത്യേകതരം പാത്രമാണ്. കിളി അതിനകത്ത് കയറുന്ന തീറ്റ ചിക്കി കളയും. അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മെഷ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു പാത്രമാണ്. ആ കുപ്പിയിൽ നമുക്ക് നിറച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം അത് പൊക്കോളും. നമ്മൾ അതിൻ്റെ ക്യാപ്പ് പോലെ ഇട്ട് അത് അടച്ച് കഴിഞ്ഞിട്ട് കമത്തി വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശായിട്ട് അത് ഫീഡായിക്കോളും. കാര്യം നമ്മളിത് ചെറിയ ഹോളുള്ളത് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഹോളും ഇത്രയും വലിയ ട്രേ ആയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് കേട്ടോ. ഇതിനേക്കാളും വലുത് കോഴികൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു മീഡിയം സൈസിലുള്ളത് നമ്മൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് മേടിച്ചാണ്. തിന്നണനുസരിച്ച് അത് വന്നോളും പുറത്തേക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ കിളികളെ നമ്മുടെ വലിയ കൂടിലേക്ക് തുറന്നു വിടാൻ പോവാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് ഈ കിളികൾ ഈ കൂട്ടിൽ തന്നെയാണ്, ചെറിയ 2 അടി 2.5 അടി സൈസിലുള്ള കൂട്ടിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ഈ കിളികൾ കുറച്ച് പറന്നു നടക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ വലിയൊരു കേജ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് തുറന്നു വിടാൻ പോവാണ്. അപ്പോൾ കൈ കൊണ്ട് പിടിച്ചിടുന്നതിന് പകരം നമ്മൾ ഈ കേജ് അങ്ങനെ തന്നെ നമ്മുടെ വലിയ കേജിനകത്തേക്ക് കയറ്റി വെക്കുകയാണ്. കാര്യം അത്രക്കും വലിയ ഡോറൊക്കെ നമ്മൾ അതിൽ പണിതിട്ടുണ്ടല്ലോ. വെറുതെ കിളികളെ കൈ കൊണ്ട് പിടിച്ച് പേടിപ്പിക്കണ്ട. അങ്ങനെ ഡോറടച്ച് നമ്മുടെ ഏതൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ കിളി തുറന്നു പോകണം കാണാൻ. അങ്ങനെ 1ാമത്തെ കിളി ഇറങ്ങി, 2ാമത്തെ കിളി ഇറങ്ങി, അങ്ങനെ ഫ്രീ ബേർഡായിട്ട് അവർ പറന്നു നടക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഈ കേജിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. അതുപോലെ ബ്രീഡിംഗ് ബോക്സിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കേജ് ഉണ്ടാക്കിയപ്പോൾ എത്ര ചിലവ് എന്നുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. നമ്മുടെ ചാനലിൽ ഈ ഒരു കണ്ടന്റ് മാത്രമല്ല മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനലിലൊക്കെ കയറി ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടേക്കാം. അതുപോലെ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അത് ഏത് വീഡിയോനെ കുറിച്ചുള്ളതായിക്കോട്ടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ എല്ലാ കമൻറ്റുകൾക്കും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് വന്നേക്കാം.